ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗോവയിലെ അറമ്പോൾ ബീച്ചിലാണ് കേട്ടോ. ഗോവയിലെ അറമ്പോൾ ബീച്ചിലെ ഒരു പ്രഭാതമാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ പൊന്നുമക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. നോക്കിക്കേ, സായിപ്പന്മാരുടെയും മാതാമ്മമാരുടെയും ഓട്ടം ചാട്ടം, കുറെ പശുവിനെയൊക്കെ കൊണ്ടുപോകുന്ന കണ്ടാ. ഗോവക്കാർക്ക് ഇതൊരു ദൈവമാണ് കേട്ടോ. അപ്പം പല പല കാഴ്ചകൾ കാണാം. മീൻപിടുത്തം, വലിയൊരു കാളമാണ് കാള. പശുവും കാളയൊക്കെ നിപ്പുണ്ട്. വലിയൊരു കാള. കാളേന്റെ പുറകിന് വേറെ രണ്ടുമൂന്ന് നമ്മുടെ പട്ടിക്കുട്ടന്മാരും പോകുന്നു. അപ്പം മീൻപിടുത്ത കാഴ്ചകളും വള്ളമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ എന്തൊക്കെയാന്നറിയാവോ, പിന്നെ നടക്കാൻ വേണ്ടി, ഓടാൻ വേണ്ടി, ചാടാൻ വേണ്ടി ഒക്കെ. അങ്ങോട്ടാണ് അവിടെ അങ്ങോട്ട് പോയിട്ട് വരാം. അവിടെ വള്ളം എടുക്കുന്നുണ്ട്. മീനിന്റെ കാഴ്ച കാണായിരുന്നു. നല്ല രസമല്ലേ? എന്ത് രസമാന്ന് നോക്കി. റെസ്റ്റോറന്റ് ഒക്കെ രാവിലെ ഓപ്പൺ ആകുന്നതേ അല്ലല്ലേ? പക്ഷെ നമ്മൾ പതുക്കെ പതുക്കെ ഈ റെസ്റ്റോറന്റിന്റെ അടുത്തോട്ട് ചെന്നപ്പോ മനസ്സിലായി എന്തായാലും ഇന്നലെ ഈ റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്തിട്ടില്ലെന്ന്. സീസൺ ടൈമിലൊക്കെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ചില റെസ്റ്റോറന്റുകൾ 24 hours വർക്ക് ചെയ്യും, ക്ലോസ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഇത്രയ്ക്ക് അതിരാവിലെ ഇതുപോലെ ഗസ്റ്റ് DJ ഒക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യുക. ഒരുപക്ഷെ ഇവർക്ക് ഹരം കൊണ്ടിട്ട് ഇവർ ഉറങ്ങാതൊക്കെ ഇരുന്നിട്ട് ചെയ്യുന്നതാകാം, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇവിടെയുള്ള റെസ്റ്റോറന്റുകളൊക്കെ സീസൺ ടൈമിൽ വെളുപ്പാങ്കാലം വരെ കാണും. പാട്ട് കഴിയുന്ന സമയമായിട്ടുള്ള, അത് കഴിഞ്ഞ് ഇവർ ഉറങ്ങി കാണത്തില്ല. അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് തന്ത്രമായിരിക്കും. അത് അതിരാവിലെ ഇങ്ങനെ ചെയ്യുവാന്നൊന്നും എനിക്കറിയത്തില്ല. സാധാരണ രാത്രിയിലും ഒക്കെയാണ്, ഉച്ചയ്ക്കും ചില കാണും. കൂടുതലും നൈറ്റ് പാർട്ടിക്കാണ് ഇതുപോലെ ഫോറിനേഴ്സിനൊക്കെ നിർത്തിയിട്ട് DJ ഒക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യുന്നത്. ഇവരുടെ ഡാൻസ് കാണുമ്പോൾ വഴി കൂടെ പോകുന്ന എല്ലാ ഗസ്റ്റുകളും ഡാൻസ് ചെയ്യാൻ വേണ്ടി കയറി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യും. അപ്പം കൂടുതലും റെസ്റ്റോറൻറ്റുകാർ നിർത്തുന്നത് ഫോറിനേഴ്സിനെയാണ്. അങ്ങനെ ഇതിലെ കൂടെ വന്നപ്പോഴത്തേക്ക് ഇവരുടെ ഡാൻസും ഇവരുടെ DJ ഒക്കെ കേട്ടപ്പം ഞങ്ങൾക്ക് ഒരു ഹരം തോന്നി. അങ്ങനെ ഞാനും ഇതിൻ്റെ അകത്ത് കയറി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡാൻസ് ചെയ്തിട്ടങ്ങ് പോയി. അപ്പോഴാണ് നമ്മുടെ തസ്മീറിന് ഡാൻസ് ചെയ്യാൻ തോന്നിയത്. ഇന്നലെ ഇതുപോലെ ഡാൻസ് ചെയ്യാൻ പറഞ്ഞിട്ട് കയറി ഇന്ന് ഡാൻസ് ചെയ്തിട്ട് വീഡിയോ എടുത്തപ്പം വീഡിയോ റെക്കോർഡായില്ല. അതിൻ്റെ ആശാനൊരു ചെറിയ ടെൻഷൻ നിൽക്കുമായിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും അത് തീർന്നു. എന്തായാലും തസ്മീന്റെ ആഗ്രഹമല്ലേ, അവർക്കും ഒരു ഹരമായി ഞങ്ങൾക്കും ഒരു ഹരമായി. അങ്ങനെ ഞങ്ങള് ഒരു രസത്തിന് വേണ്ടി ഇതുപോലെ തുള്ളിയിട്ട് നേരെ ഇനി പോവാണ് കേട്ടാ. എന്താ നമ്മുടെ അറമ്പോൾ ബീച്ചിലെ ഒരു അതിരാവിലെയുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം 6:30-7 മണിയൊക്കെ ആയി കാണും. എന്ത് രസമാണെന്ന് നോക്കിയേ. ഇവിടെ രാവിലെ വേറൊരു കാഴ്ചയും ഉച്ചയ്ക്ക് വേറൊരു കാഴ്ചയും വൈകിട്ട് വേറൊരു കാഴ്ചയാണ്. രസമാണ് കേട്ടോ. ഇതൊരു റഷ്യൻ ബീച്ചാണെന്ന് എത്ര പേർക്കറിയാം. മുമ്പൊക്കെ ഇവിടെ ഫോറിനേഴ്സ് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. ഫോറിനേഴ്സിന് മാത്രം അറിയുന്ന ഒരു സീക്രട്ട് ബീച്ചായിരുന്നു. ഇപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ വരുമ്പോഴത്തേക്ക് ഇന്ത്യൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും കുറവാണ്. നമ്മുടെ ഗോവയിലുള്ള ബീച്ചുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വരുന്ന ബീച്ചാണ് ഇത്. നമ്മുടെ റഷ്യൻ ബീച്ച് എന്നാണ് അതുകൊണ്ട് അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടെ കുറെ ഗസ്റ്റൊക്കെ വന്ന് കിടപ്പുണ്ട്. നല്ല രസമുണ്ട്, നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ മീൻപിടുത്തവും കൂടാതെ നല്ല അടിപൊളി കാഴ്ചകൾ നിങ്ങൾ സങ്കല്പിക്കുന്നതിന് അപ്പുറമായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരു മാതാമ്മയാണ് അത്. അല്ല, മാതാമ്മ പോലല്ല, മാതാമ്മ എല്ലാം തോന്നി ഇന്ത്യൻസാണ് തോന്നി. കണ്ടിട്ട് ഒരു ഇന്ത്യൻ. എന്തായാലും ഓട്ട മത്സരം നടത്തുവാണ്. രാവിലെ എല്ലാവരും ഓട്ട മത്സരത്തിലാണ്. ഇതിനെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഓരോ കാഴ്ചകളായിരിക്കും കാണാൻ പറ്റുന്നത്. നല്ല രസമാണ് കേട്ടാ. ഞാൻ മുമ്പൊക്കെ ഗോവയിൽ വരുമ്പം ഇതുപോലെ അങ്ങ് പിന്നെ അതിരാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ നടക്കും. അപ്പൊ കുറെ ചൂണ്ടക്കാരും പിന്നെ ഇതേപോലെ വണ്ണം ഇങ്ങനെ കയറ്റും. എന്നിട്ട് നിറയെ മീൻ കാഴ്ചകൾ കാണാം. ഒരു മാതാമ കൊണ്ടാണ്ട കാണിച്ചു കൊടുത്തേ. മാതാമ നടക്കുമ്പോ അങ്ങനെ ഇതിലെ കൂടെ കുറച്ചു നേരം ഇവിടെ ഇരുന്നും നടന്നും കോഫിയൊക്കെ കുടിച്ച് പിന്നെ തിരിച്ച് റൂമിലേക്ക് പോകത്തുള്ളൂ. അവിടെ വള്ളം പിടിക്കുന്നത്
മുൻപ് നമ്മളൊക്കെ ഇവിടെയായിരുന്നു താമസം. ഓന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു, ഹട്ടില്ല താമസം. ഇവിടെ എല്ലായിടത്തും നമ്മൾ താമസിച്ചിട്ടുണ്ട്, ഓരോ സ്ഥലത്ത് ഈ പ്രാവശ്യം അങ്ങോട്ട് മാറി. ഇപ്പൊ നമ്മൾ അത് രാവിലെ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വെച്ച് ചിലപ്പോ ഒക്കെ മീനൊക്കെ കിട്ടും. നമുക്ക് വേണേ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും മീൻ. അപ്പൊ ഇന്ന് കടല് കൂടുതലായോണ്ടാന്ന് തോന്നുന്നു വീശുകാരെന്നൊക്കെ അങ്ങനെ കാണുന്നില്ല. വള്ളം വലിയായിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വലിച്ചു കിടന്നുണ്ട്. സായിപ്പിന്റെ യോഗ കാണിച്ചു കൊടുത്തേണ്ട. ഇതാണ് സാഹിബിന്റെ ഐറ്റമാണ് രാവിലത്തെ. വേണ്ട, ഇതൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ വന്നാലേ ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ. അടിപൊളി കണ്ട. ഇവരൊക്കെ ഇതുപോലെ അവരുടെ ബോഡിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ഇതുപോലാണ്. ഇത് കണ്ട നമ്മുടെ സായിപ്പിന്റെ യോഗ എന്ന് നോക്കിയത് നിങ്ങള് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലുള്ളത് ഫുഡെല്ലാം കൂടെ കഴിച്ച് അല്ലേ പിന്നെ നമ്മുടെ ബോഡിയൊക്കെ ഇതാക്കിയിരിക്കുമായിരുന്നു. ഇപ്പൊ ഇവരെന്ന് വെച്ചാൽ നമ്മള് ഉച്ചയ്ക്ക് ചോറ്, നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നേരം അങ്ങനെ കഴിക്കത്തില്ല. രാവിലത്തെ കഴിക്കുന്നത് ഉച്ചയ്ക്കും അത് നമ്മളെപ്പോലെ ചോറ് അധികം ഒന്നും വലിച്ചു വാരി കിടത്തിയില്ല. അത് കാരണം അവരുടെ ഹെൽത്തിനൊന്നും ഒരു കുഴപ്പമില്ല, ഹെൽത്തി ഫുഡായിരിക്കും കൂടുതൽ കഴിക്കുന്നത്. അപ്പം അങ്ങനെ അവരുടെ ആരോഗ്യം അവർ ഭയങ്കരമായിട്ട് നോക്കും. നമ്മുടെ ആരം പോലും ഇല്ല. നമ്മളെല്ലാവരും മടിച്ചന്മാരല്ലേ, ഇച്ചിരി സമയം കിട്ടിയാൽ കിടന്നുറങ്ങാൻ നോക്കും. ഇവർക്ക് ഉറക്കമൊന്നുമില്ല. കണ്ട രാത്രി വരെ ഇവിടെ പാർട്ടികൾ കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് പോയിട്ട് വന്നേക്കുവാണ് കുറെ പേര്. കണ്ട അത് രാവിലെ എഴുന്നേറ്റ് ഇവിടെ വന്ന് കുത്തിയിരിക്കുന്ന കണ്ട. അവര് അവരുടെ ഓരോ ഇതുപോലുള്ള കാര്യമായിട്ട് ഇന്ന് നടക്കും. ഒരു മാതാമയും ഒരു സായിപ്പും കൂടെ രാവിലെ കുളിക്കുന്നു. കാരണം എന്ത് തണുപ്പാ, അവർക്ക് തണുപ്പൊന്നും പ്രശ്നമില്ല. നീന്തലൊക്കെ അറിയുന്നവരായിരുന്നു. ഫോർനേഴ്സിനൊക്കെ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരെ ഇതുപോലെ സ്വിമ്മിങ് ഒക്കെ പഠിപ്പിക്കും. നമ്മളെപ്പോലൊന്നും അല്ല. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞ് ഞെട്ടിപ്പോവും. എന്താ നമ്മളൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ രാവിലെ പാടായിരിക്കും. ഇതിപ്പോ അടുത്ത മാതാമ കണ്ടാ, അടുത്ത മാതാമ്മയുടെ ഓട്ടം പറ്റി. മാതാമ്മയുടെ ഓട്ടം കണ്ട എനിക്ക് ഓടാൻ തോന്നുന്നു. നമ്മുടെ നാട്ടിലങ്ങനെ ഇതുപോലെ ഓടി എത്ര പേര് പുറകിനോട് എന്തൊക്കെ പറഞ്ഞാ ഉണ്ടാക്കും. എത്ര ടിവി ചാനലേ അറിയാണ്. ഇവിടെ ഒന്നും നോക്കാനേ അറിയില്ല. എങ്ങനെയാണല്ലോ മൂവാലന്മാരുടെ കളയായിരിക്കും ഓട്ടം ഓട്ടം പറയും. എടാ അതെ ഇന്നൊരു മാതാവിന്റെ പോകാം. പിന്നെ അവരവിടെ പോയി കുട്ടീര് പഠിക്കും. ഈ ഓട്ടം കാണാൻ വേണ്ടി മീൻ പിടുത്ത വള്ളം വലയും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മള് പ്രതീക്ഷിച്ച പോലെ ഒരു വള്ളവും മീനൊക്കെ ആയിട്ട് ഇനിയും കുടയുന്നത് എന്തൊക്കെ മീനാന്ന് നോക്കാം അവർക്ക് കിട്ടിയേക്കുന്നത്. കൊറേ വള്ളക്കാര് രാവിലെ പോകും കേട്ടോ. മുമ്പ് എനിക്ക് ഇവരുടെ ലോബ്സ്റ്റർ കിട്ടിയായിരുന്നു. ഇടയ്ക്കൊക്കെ വലിയ മീനും ഒക്കെ കിട്ടും. വെള്ളത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്താ ഇതാണ് ഗോവയിലെ വള്ളം. ഇവിടെ എന്തൊക്കെ മീനാണ്. മീനൊക്കെ നോക്കാം എന്തുവാണ്. നമ്മൂറിന്റെ ചെറുതാണ്. അയില, മത്തിയില്ല. അയിലുണ്ട്, മത്തിയുണ്ട്. മത്തിയില്ല. മത്തിയില്ല. അയിലാണ് കേട്ടോ. ഇപ്പൊ അയില സീസൺ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഗോവയിലെ മീൻ. അടുത്ത ഒരു അമ്മാമ്മ മാതാമ്മ പോകുന്ന കണ്ട. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ എവിടെയെങ്കിലും കിടക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യും അല്ലേ. പക്ഷെ ഇവര് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ടും ഇവരുടെ ഇരിക്കുന്ന സ്റ്റിക്ക് ഒന്ന് നോക്കിക്കേ. നമ്മളൊക്കെ വടിയൊക്കെ കുത്തിപ്പിടിച്ചല്ലേ നടക്കുന്നത്. ചിലര് വടി കുത്തിപ്പിടിച്ച് നടക്കുന്നുണ്ട്, നടക്കാൻ അത്രയ്ക്ക് വയ്യാത്തവര്. അവരുടെ ഇരിക്കുന്ന സ്റ്റിക്ക് കണ്ട. അത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്റ്റിക്ക്, ഒരു വടി പിടിച്ചിട്ടാ നടക്കുന്നത്. ഇത് രണ്ട് സൈഡിലുമായിട്ട് ആ നടക്കുന്ന അതേ സ്റ്റെപ്പ് വെച്ചിട്ടാണ്. അതൊരു പ്രാക്ടീസ് ആണ്. ആ സ്റ്റിക്ക് അനങ്ങുന്നത് നോക്കിയേ കണ്ട. ഇവരൊന്നും എല്ലാം നമ്മളൊന്നും ആയിട്ടില്ല. ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു. ഞാൻ
ആ അമ്മാമ്മ മാതാമെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം എനിക്കത് കണ്ടപ്പോ തന്നെ ഒരുപാട് സന്തോഷമായി. നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും പ്രായം ഉണ്ടായിട്ട് എവിടെയെങ്കിലും വീടിന്റെ ഒരു മൂലയ്ക്ക് അവരിങ്ങനെ എങ്ങോട്ടും ഇറങ്ങാതെ തളച്ചിടപ്പെടുക ചെയ്തത്. അവരുടെയൊക്കെ ജീവിതം ഒരു കഴിഞ്ഞെന്നുള്ള ഒരു മട്ടില് ഇത്രയും പ്രായമായില്ല, ഇനി നിന്നെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് വേണം ഓരോരുത്തരും മാതൃകയാകാൻ. അങ്ങനെ ഞാൻ പരിചയപ്പെട്ട ഒരു ഇംഗ്ലണ്ടുകാരൻ അപ്പൂപ്പനമ്മ. യുവർ ഗുഡ് നെയിം? Terry and Karen. Nice to meet you. നമുക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഇതില് നല്ല ഇതാ. ഇതാണ് അടുത്ത സായിപ്പിന്റെ യോഗ. എന്താ സായിപ്പ് വയറിട്ട് കുലിക്കുന്ന കണ്ടാ ഇതുപോലെ വേണം ചെയ്യാൻ. ഇതുപോലെ ആർക്കും ചെയ്യാൻ പറ്റും. കടലിന്റെ ഫ്രണ്ടിൽ വന്നതിനായിട്ട് ശാന്തമായിട്ടുള്ള ഒരു യോഗ. അതാ വയറ് നോക്കി. ശ്വാസം വലിച്ചു വിടുന്ന സായിപ്പ്. കശ്മീർ പോയി സായിപ്പിന്റെ ഉന്നം തന്നെ നോക്കുന്ന വയറ്റിലോട്ട്. കശ്മീർ ഇത് കണ്ടിട്ട് ആക്ഷനൊക്കെ കണ്ട അത് കശ്മീർ അത് കണ്ടിട്ട് സായിപ്പിന്റെ യോഗ കണ്ടിട്ടേ അതുപോലെ അനുകരിക്കാം നോക്കിയാ അവളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. വേറെ സായിപ്പ് ഉറങ്ങുന്നു, ഒരു മാതാമാന്ന് വീട്ടിൽ എടുക്കുന്നു, വേറൊരു സായിപ്പ് യോഗ ചെയ്യുന്ന അവിടെ സലൂക്ക് അടുത്ത അമ്മാമ്മ മാതാമ അമ്മാമ്മ മാതാമ്മ ഡ്രസ്സൊക്കെ കണ്ട നോക്കി നല്ല രസമായിരുന്നു. നമ്മുടെ സലൂക്ക് കിച്ചൻ വളപുരം പറയുന്നല്ല മടിയന്മാരും മടിച്ചികളും ഒക്കെ എന്തിയേ എല്ലാരും ഉറക്കമാണോ? നിസ്കരിച്ചാ ഞാൻ വന്നോട്ടോ, എഴുന്നേറ്റ് വാ മക്കളെ, ഇവിടെ ആരും ഇല്ലേ? മടിയന്മാരെ മടിച്ചുകളെ കണ്ടുപടി. എന്താ സലൂക്ക് കിച്ചനൊക്കെ കണ്ടുപടി. മടിയന്മാരും മടിച്ചുകളെ അവിടെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇവിടുത്തെ മടിയന്മാരും മടിച്ചുകളെ കണ്ടിട്ടുണ്ടാ? ഇവിടെ മടിയന്മാരും മടിച്ചുകളെ ഇല്ല കേട്ടാ. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഓട്ടമാണ് മക്കളെ. കാശ്മീർ ആ സായിപ്പിന്റെ കൊണ്ടേ പോത്തുള്ളെന്നാ തോന്നുന്നു. നോക്കിയേ സായിപ്പ് കുത്തി മറിയുന്നു, ചാടുന്നു, ഓടുന്നു. ഇത് കണ്ടിട്ട് കശ്മീറിനും അതൊന്ന് അനുകരിക്കാൻ തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. പട്ടികളൊക്കെ കിടന്ന് ഉറങ്ങുന്നതല്ല, നല്ല ശാന്തമായിട്ട് കടൽ തീരത്ത് ഇതുപോലെ എവിടെ കിട്ടുമല്ലേ? എവിടെയല്ല, ഇങ്ങനെ ഒരു ഫീലിംഗ്. ഇതൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. സായിപ്പ് എന്തൊക്കെയാണ് കാണിക്കുന്നതിന്റെ ഒടിഞ്ഞു മറിഞ്ഞൊന്നും പോത്തില്ല സായിപ്പ്. സായിപ്പ് വെറുതെ വിടുന്നില്ല, കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സായിപ്പ്. മീൻ മേടിക്കാൻ വേണ്ടി കുറെ സായിപ്പന്മാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. അടുത്ത ബാബാ അടുത്ത വെള്ളം അടുപ്പിക്കുന്നുണ്ട. അതിലെന്തൊക്കെ മീനാണെന്ന് നമുക്ക് നോക്കാം. ഈ സായിപ്പ് പണിക്കുന്ന നോക്കിയേ കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് അറമ്പോൾ ബീച്ചിലെ കാഴ്ചകൾ. അതിരാവിലത്തെ ഉച്ചയ്ക്ക് ഒരു കാഴ്ച, വൈകുന്നേരം വേറൊരു ലൈഫ്. ലൈഫ് എന്ന് വെച്ചാൽ നൈറ്റ് ലൈഫ് വേറെ. അടുത്ത സായിപ്പ് നടക്കുന്നു. ഇതൊക്കെ കണ്ടുപഠിക്കണം. എന്താ ഈ എന്ത് പാടുപെട്ടിട്ടാണ് ഈ വള്ളമൊക്കെ ഈ തിരയിലും ഈ കാറ്റ് വരുമ്പോഴൊക്കെ ഇങ്ങനെ അടിച്ച് ഈ കായലൊക്കെ കയറ്റുന്നറിയാം. ഇപ്പൊ നല്ല തിര, ഈ കടൽ കൂടുതലാണ്. അത് ഭയങ്കര പാടുപെടുകയാണ്. കേട്ടാ ഒന്നോർത്ത് എന്തോരം കഷ്ടമാണല്ലേ ഇവരെയൊക്കെ ജീവിതം. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുറെ വള്ളങ്ങൾ വെറുതെ കരക്കി കയറ്റിയിട്ടേക്കുവാ. ഇതുപോലെ കുറെ വള്ളക്കാര് മീനുമായിട്ട് വരുന്ന കാണാം. മീൻ ഇവിടുന്ന് വാങ്ങിക്കാൻ തന്നെ ഒരുപാട് പേര് വരും. ഓർഗനൈസേഷൻ ഇവിടെ ഒന്ന് മേടിച്ചോണ്ട് പോകും. റെസ്റ്റോറൻറ്റിൽ കൊണ്ട് കൊടുത്താൽ കുക്ക് ചെയ്ത് വരും കേട്ടോ. ഏത് റെസ്റ്റോറൻറ്റിൽ കൊടുത്താലും നമ്മൾ പറയുന്ന രീതി ഭയങ്കര പാടാ. ഭയങ്കര പാട്, ഒരുപാട് പാടുപെട്ടാണ് അവര് കയറ്റാൻ. ഭയങ്കര കടലാണ്. അതെ അതെ, പാവമുണ്ട്. പക്ഷെ ഇവര് അതേപോലല്ല, വലിച്ചൊന്നുമല്ല. എനിക്ക് ഇപ്പം മിഷൻ കൊണ്ട് ഇവിടെ കണ്ട കടല് കയറിയിട്ട് ഇത് ഈ മണ്ണ് ഇങ്ങനെ കട്ടിക്ക് പോയേക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഈ ഭാഗത്തൂടെ എങ്ങനെ ഈ ഇറക്കവോ ഈ ബോട്ട് എങ്ങനെ അങ്ങോട്ട് ഇത്രയും പൊക്കത്ത് കയറ്റുമെന്നാണ് എനിക്കറിയാം. ഭയങ്കര പാടുപെടേണ്ടി വരും.
അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പറമ്പോൾ ബീച്ചിലെ ഒരു സുപ്രഭാതം? കഷ്ടം കേട്ടോ, ഓടി പോവുമായിരുന്നു. കരക്കോട്ട് അടുപ്പിക്കാനേ പറ്റുന്നില്ല. അവസാനം റോപ്പ് എടുത്ത് ഓടി പോയി അതിന്റെ തുമ്പത്ത് കെട്ടി കേട്ടോ. ഇനി വന്നിട്ട് വലിച്ചു പിടിക്കും. ഇത് കണ്ട, ഇത് കണ്ടിട്ട് മാറാൻ മന്ദം വിട്ട് മുണ്ടം വിഴുങ്ങിയോണ്ട് നിൽക്കുക. ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും എന്ത് പാടുപെട്ടിട്ടാണ് ഇവര് മീൻ പിടിക്കുന്നത്. നടന്നങ്ങ് പോവാ. വേറെ ആകാമ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുവാണ് കേട്ടാ. ഓ പാവങ്ങൾ, അയ്യോ എന്റെ പോലെ കഷ്ടപ്പെട്ടു. ഇത് കണ്ട, അങ്ങനെയുള്ള സമയത്തൊക്കെ പാടുപെടും കേട്ടാൻ. മീൻ പിടിക്കുന്നതിനെക്കാട്ടെ പാടാണ് ഇതൊന്ന് കരക്കോട്ടടുപ്പിക്കേണ്ട. ഒരു കഷ്ടപ്പാട്. ഓ വലിക്കും വലിക്കോടുന്ന മോട്ടർ വെച്ചേക്കുവാ. മോട്ടർ എന്റെ ഒരു സാധനം മോട്ടറാണെന്ന് തോന്നുന്നു. എന്റെ ഒച്ച പോലെ എനിക്ക് കേൾക്കുന്ന കേട്ടാ. ശ്രദ്ധിക്കാതെ താഴ്ത്തോടുവാ. അങ്ങോട്ട് പോകുന്നു. അടുത്തൊരു ബോഡി ബിൽഡർ വരുന്നുണ്ട്. എന്റെ പൊന്നു നോക്കി എന്താ കൊതിക്കില്ല കേട്ടാ, കൊതിക്കില്ല. വലിച്ചു വലിച്ചിനി കേറ്റും. വേണ്ട, അത് വലിച്ച് ടൈറ്റ് ചെയ്ത് അത് കൊടുക്കും. ഹൈ ജമ്പ് പിടിക്കും. ഹൈ അടുത്ത വെള്ളം അവിടെ വന്നിട്ടുണ്ട്. അടുത്തത് അവിടെ അടുത്ത വെള്ളം പിടിക്കുന്നുണ്ട്. ഇങ്ങോട്ട് തട്ടി വീഴും. അവിടെ വലിക്കാൻ പുറകെ നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ. മാറി നമ്മളിപ്പോ മാതാവന്മാരുടെ യോഗ കാണാൻ പോവാണേ. 4 മാതാവന്മാര് ഇവിടെ വന്നിരുന്നിട്ട് യോഗ ചെയ്തോണ്ടിരിക്കുക. അല്ല കാണുന്നുണ്ട്, നല്ല രസമുണ്ട് കാണുന്നില്ല. അമ്മമ്മ മാതമ്മ ഫ്രണ്ട് കഴിക്കുന്നു. അയാളെ പഠിപ്പിക്കുവാണ്. അപ്പൊ ബാക്കി എല്ലാരും ബീച്ചിൽ വന്നാൽ മതി. ഇതുപോലുള്ള കുറെ പേരെ കാണാം പഠിപ്പിക്കുന്ന. അവര് വീടുണ്ട്. ഇങ്ങനെയൊക്കെ വേണം ചെയ്യാൻ കേട്ടാ. യോഗ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയൊരു വീഡിയോ ആയിരുന്നു. അല്ല, നമുക്ക് ഇതുപോലെ കാറൊക്കെ വെക്കാൻ പറ്റുമോ? കാറൊക്കെ അനായാസനം മടക്കിയെടുക്കുന്നുണ്ട. പണ്ടൊക്കെ എല്ലാവരും തറയിലിരുന്നായിരുന്നു ഭക്ഷണം കഴിക്കുന്നത് അല്ലേ, കട്ടപ്പൊട്ടിരുന്നു. ഇപ്പൊ ആരെങ്കിലും ഇരിക്കുക? നമ്മുടെ കാലിപ്പം നിവരത്ത് പോലും ഇല്ല. കണ്ടുപിടിക്കണം.
എന്താ ഇത്ര സിമ്പിളായിട്ടാണ്. കണ്ടു കഴിഞ്ഞാൽ കൊതി വരും. എന്ന് പറ്റും എനിക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യാനല്ലേ? എനിക്ക് മാത്രമല്ല, ഇതുപോലുള്ള മടിച്ചൊക്കെ എന്നെ പോലുള്ള ഇതെല്ലാം അടിപൊളിയല്ലേ? ഇത് ആസ്വദിച്ചിട്ടാണ് ചെയ്യുന്നതെന്നറിയാം. അമ്മാമ്മയ്ക്കൊന്നും വയ്ക്കേണ്ട, എന്തോ ഉഷാറായിട്ടാണ്. കൊള്ളാല്ലേ? നീ തിരിഞ്ഞിരുന്നിട്ടുള്ള പരിപാടിയാണ്. മതി മതി അപ്പം പോകാല്ലേ? നീ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് എടാ. ഇതുപോലെ അടുത്ത വള്ളം വന്ന് കയറ്റിക്കൊണ്ട് എങ്ങനെയുണ്ട് മദാമാരുടെ യോഗ ഏത് കഴിഞ്ഞ് അവിടെ ഭയങ്കര പാടുപെട്ടാണ് വള്ളം കയറ്റിയത്. ഇങ്ങോട്ട് തിരിച്ചേ, ഇങ്ങോട്ട് തിരിച്ചല്ല. ഇവർക്ക് പിന്നെ ഇങ്ങോട്ട് അത്രയും പാടില്ല. ഇതിവിടെ നിരപ്പായ സ്ഥലമായുണ്ട്. നിരപ്പായത് കാരണം സിമ്പിൾ ആണ്. നിറയെ മീൻ അയിലയാണ്. നിറച്ച അയിലാണ് കേട്ടോ. നമ്മളെ ആ പടപടക്കുന്ന അടിപൊളി കഴിച്ച. അതാണ് എല്ലാ റെസ്റ്റോറന്റിൽ ചെന്നിട്ട് നിറയെ സിമ്പിൾ ആയിട്ട് കയറിപ്പോ. അടുത്ത വെള്ളം വരുന്നേട്ടാ. കാളക്കൂട്ടം പോലെ കണ്ട. ഇത് പോട്ടെ, അതെ ഇവിടെ സ്ഥിരമുള്ള അതേ കണ്ടാ. അടുത്ത വെള്ളം വന്നിട്ടിരിക്കുക. അറമ്പോൾ ബീച്ചില് രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രി വന്നാൽ ഡാൻസിങ് കൂട്ടൊക്കെ. രാവിലെ വന്നു കഴിഞ്ഞാൽ മീൻപിടുത്തവും ഓട്ടം ചാട്ടം യോഗ കൊടയുടെ കീഴ് കിടക്കാം. ഉച്ചയ്ക്ക് വേറെ കാഴ്ചകള് ഇതേ പറയാം. അതാമാര് ഭയങ്കര പൊളിയാണ്. അതെല്ലാവർക്കും അറിയാം. അതെ അടുത്ത മീനുമായിട്ട് വന്നേക്കുവാണ് കേട്ടാ വള്ളക്കാര്. രാവിലെ ഒരു മദാമേന ഒരു സായിപ്പ് പഞ്ചർ അടിക്കും. അത് കൊള്ളാം. ഇവിടെയൊക്കെ സിമ്പിളായിട്ട് ഇവിടെ നേരത്തെ വലിച്ചൊക്കെ ആയിരുന്നു കയറ്റിയേക്കുന്നത്. ഇപ്പൊ വെറൈറ്റി അല്ലേ? ഉണ്ടോ? സിമ്പിൾ ആയിട്ട് കയറിപ്പോ. ഇതൊക്കെ എന്താ മീനുണ്ടെന്ന് നോക്കിയാ വെള്ളത്തിൽ. വങ്കട വങ്കട കേട്ടാ. ഇതിവിടെ കൊടയെന്ന് പറഞ്ഞാൽ നോക്കിയാ എന്തുവാ. കേട്ടോ ഇത് അയിലയാണ്. എല്ലാവർക്കും മീനെ കാണിച്ചാ ബോക്സില്. ഞങ്ങള് വന്ന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എന്താടാ പാവങ്ങള് വെറുതെ വിടുമോനെ. ഓടിയെന്ന് പറയും. നീ എന്തിനാണ് മീൻ്റെ വീഡിയോ പിടിക്കാതെ രാവിലെ? ഇഷ്ടപ്പെട്ടു. രാവിലെ പട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല ബബ്ലൂസിന്. എന്നോട് മാത്രമാണെന്നേ ഇത്ര വൈരാഗ്യം. അടുത്ത എന്തുവാ നോക്കാം. അടുത്ത പട്ടിയുടെ മീനും കൂടെ കാണിട്ട് കശ്മീർ മീനൊന്നും കാണിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ മീൻ കാണുന്ന ഇഷ്ടമല്ലേ? എന്തൊക്കെ പിടിച്ച് ഏതൊക്കെ കിട്ടി. അതെ ഇവർ കിട്ടി. അങ്ങനെ ഇവർക്ക് കുറവാണ് കേട്ടോ. ചില വെള്ളത്തിലൊക്കെ നിറയെ പിന്നെ അടുത്ത വെള്ളം കൊണ്ടിരിക്കുന്നു. ചില വെള്ളങ്ങള് ഇനി വരാനുണ്ട്. ആ ഇവിടെ കൂടെ പോയിട്ട് വരും. ഇവർക്ക് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം. ഇതായില്ല. ഓരോ ടൈപ്പിലെ മീനുണ്ട്. ഒരു ചേച്ചി ഇതിൻ്റെ മെയിനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗോവക്കാരുടെ പിടുത്തം. നമ്മുടെ നാട്ടിലെ പോലെയാണോ നിങ്ങളൊന്ന് പറയണേ, കമന്റ് ചെയ്യണേ. ചെറുങ്ങ് പോവാണ്. നല്ല രസമില്ലേ? ഇപ്പൊ ഇച്ചിരി ശാന്തമായിട്ടുണ്ട് കടൽ കേട്ടോ. നമ്മൾ വന്നപ്പോ ഭയങ്കര കൂടുതലായിരുന്നു. ഒങ്ങുന്ന ഒരു വള്ളം വരുന്നുണ്ട് അതിന്റെ അടുത്തത്. ആ ഒരു കുഞ്ഞു റെസ്റ്റോറന്റ്. ആ അത് അടിപൊളിയല്ലേ? നല്ല രസമുണ്ട്. റെസ്റ്റോറന്റ് ആണോ അത്? അവിടെ മാതാവന്മാര് അവിടെ നിന്ന് അടുത്ത മാതാവന്മാര് യോഗ ചെയ്യുന്നുണ്ടല്ലോ.
നമ്മളെല്ലാരും ചിന്തിക്കത്തില്ലേ ഈ മാതാമ്മമാരുടെയൊക്കെ ഓടി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്, നമുക്കെന്താണ് ഇതുപോലെ കൊണ്ടവയറൊക്കെ ആയിട്ടിരിക്കുന്നതെന്ന്. അവരത് ഇതുപോലെയാണ്, ഓടും ചാടും അതിരാവിലെ കാണുന്നുണ്ടോ, അവിടെ നിന്ന് ഓരോന്ന് ചെയ്യും, എക്സസൈസ്, പിന്നെ അവരുടെ ഫുഡും അത് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ചോറ്. ഇത് റെസ്റ്റോറന്റ് ആണോ? എനിക്ക് തോന്നുന്ന റെസ്റ്റോറന്റ്. ഇതുപോലെ വേറൊന്നും കിട്ടത്തില്ല, കരിക്കും അവിടെ ബെഡിൽ കിടക്കാം. റെസ്റ്റോറന്റ് അതിന് പുറകിൽ നിന്ന് കൊണ്ടുതരുന്ന ഞാൻ തോന്നുന്നു. അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോയാലോ? കോക്കനൈറ്റ്, മറ്റേ കരിക്കൊക്കെ കിട്ടുന്നതാണ്, അത് എല്ലാവരും ഇവിടെ കിട്ടും. പക്ഷെ കൂടുതൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന ഇവിടെ കുറച്ച് നേരത്തെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പ്രോപ്പർട്ടി എല്ലാം അടച്ചിട്ടേക്കാണ്. ഈ എനിക്ക് തോന്നുന്നു ഈ പറമ്പോൾ ബീച്ചില് ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. ബാക്കി എല്ലായിടും അങ്ങേറ്റം വരെ ഇങ്ങേറ്റം വരെ കൊടയും വെച്ച റെസ്റ്റോറന്റുകളാണ്. ചിലയിടത്ത് മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ? എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല പ്രഭാതമാണ് കേട്ടോ, നല്ലൊരു പ്രഭാതം, സൂപ്പർ സ്ഥലമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അന്നേരം നമ്മൾ തിരിച്ചു പോവുകയാണ്. അന്നേരം സാഹിബിന്റെ മാതാമന്റെ ഒക്കെ നമ്മള് യോഗ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാരും ഇത് കണ്ട് ഇനി ഇതെല്ലാം കണ്ട് അനുകരിക്കണം കേട്ടോ. നമ്മള് നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് നമ്മള് കാത്തു സൂക്ഷിക്കണം. അവരുടെ എക്സസൈസ് ഒക്കെ കണ്ടല്ലോ. അന്നേരം യോഗ, കുൻഫു, കരോട്ട, കളരിപ്പറ്റി ഇതെല്ലാം പഠിക്കുക. നമ്മള് എന്തുകൊണ്ടും നമ്മളെ ഹെൽത്ത് നമ്മള് കാത്തു സൂക്ഷിക്കുക. കണ്ട ഒരു സായിപ്പ് നടക്കണം, കണ്ട സായിപ്പിന് നടക്കാതെ ഓടണം. പാവ സായിപ്പ് ഭയങ്കര മസൽ പിടുത്തോ സായിപ്പ്. അടുത്ത വള്ളം കയറ്റുന്ന കണ്ട. അപ്പം അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കമന്റ് ഒക്കെ ചെയ്തോ. ഇഷ്ടപ്പെട്ടാ ഇല്ല മാതാമ ഏതാണ്, ഏത് മാതാമയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, അറിയാൻ വേണ്ടി വീഡിയോ കാണുന്നുണ്ടാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോ ഒന്നും കാണിക്കുന്നൊന്നുമില്ല, നല്ല വീഡിയോയിലെ കാണിക്കുന്നത്. പിന്നെ എന്താണ് സ്കിപ്പ് ചെയ്യുന്നത്? നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഞങ്ങള് ഇപ്പൊ അവിടെ കിടന്ന് ഉറങ്ങേണ്ട സമയം. ഞാൻ വെളുപ്പിന് അസ്മീറിനെ വിളിച്ച് എത്ര മണി എഴുന്നേറ്റ് വിളിച്ചോണ്ട് അതിരാവിലെ വിളിച്ചാലേ കുറച്ച് മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് റെഡിയാ വരത്തുള്ളൂ. എത്ര നേരം കൊണ്ട് എന്റെ ഒരുപാട് വന്നത് എന്തിനാ? നിങ്ങളെ കാണിക്കാനാ. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞങ്ങള് വലിയ ചാനലുകാരൊന്നും അല്ല, ഞങ്ങൾക്ക് ഇനി എത്ര കടമ്പ് കിടക്കാതിരിക്കുന്നത്. അപ്പൊ നിങ്ങള് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ലേ? അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.